നമസ്കാരം അഭിലാഷാട്ടയാണ്. ഒരു ചെറിയ കലാകാരനാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടതാരമായ ഞാൻ ഒരാളെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. സിനിമ, അതുപോലെ സോഷ്യൽ പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, അങ്ങനെ പോകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരി കണ്ണകിയാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. കണ്ണകി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു എൻ്റെ അടുത്തിരിക്കുമ്പോൾ ഒരു സ്ത്രീയായിട്ട് ഞാൻ തോന്നിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണിൻ്റെ പവറാണ്. വളരെ പറഞ്ഞു, ഒരു ആണിൻ്റെ ഒരു പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എന്താണെന്ന് തിരിച്ചു വയ്ക്കുന്ന ഒരു ധൈര്യം, തൻ്റെ ഇടം, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. കാരണം നല്ലതിന് നല്ലതെന്ന് പറയും. എന്തെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുന്ന ഒരാളാണ് കണ്ണകി. തീർച്ചയായിട്ടും സാധാരണ അതാണ് പതിവ്. ഞാനിത് പറഞ്ഞതിന് വെളിയിൽ നിന്ന് പൊറോട്ടയും ചിക്കനൊന്നും എനിക്ക് വാങ്ങി തരില്ല. ഇത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നൊരു ആശയം അങ്ങ് പറഞ്ഞെന്നുള്ളൂ. പരിചയപ്പെടുത്തും പ്രേക്ഷകർക്ക് വേണ്ടി. ഹായ്, എന്നെ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ എൻ്റെ റീൽസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് കുറേ ഹേറ്റേഴ്സും ഉണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെ എൻ്റെ ലൈഫിലാണെങ്കിലും തെറ്റ് കണ്ട പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വേണ്ട. തീർച്ചയായിട്ടും വേണം. പിന്നെ ഒരു വീഡിയോസ് വൈറലായിരുന്നല്ലോ, ഒരാളെന്ത് ഹെൽപ്പ് ചെയ്ത് പോകുന്ന ഒരു വീഡിയോസ്. ഭയങ്കര ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിലുള്ളത് പോലെ എനിക്ക് ക്യാഷ് പേയ്മെന്റ് കിട്ടുമ്പോൾ ഞാൻ നമ്മുടെ എടപ്പള്ളിയില് ആൾക്കാർക്കൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കും. വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. പിന്നെ എന്റെ നാട്ടുകാരായ കുറെ സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ട് ഇവിടെ. ഇപ്പൊ ലുലുവിലത്താണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്കും അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നത്. അത് വൈറലായി. അത് ഭയങ്കര വൈറലായി പോയി. കാരണം വെച്ചാൽ അത് ഇയാളുടെ പേജിൽ മാത്രമല്ല, ഒരുപാട് ഷെയർ ചെയ്തു. കഴിഞ്ഞ മാസം എന്റെ കാല് ഫ്രാക്ചർ ആയിരുന്നു. ഓൾറെഡി കമ്പ്യൂട്ടറിന്റെ കാലാണ്. അപ്പം പാദം ഫ്രാക്ചർ ആയപ്പം ഭയങ്കര പ്രശ്നമായിരുന്നു, നടക്കാൻ പറ്റില്ല. 1.5 മാസം റെസ്റ്റിലൊക്കെ ആയിരുന്നു. അപ്പോ ഞാൻ നെക്സ്റ്റ് ഒരു ദിവസം സ്റ്റേഡിയത്തിൽ പോയപ്പോ പുള്ളി ഓർത്ത് വെച്ചിട്ട് കാലം എങ്ങനെ ഉണ്ട്, അതായത് ഞാൻ ഒരു നേരമെങ്കിലും ഫുഡ് വാങ്ങി കൊടുക്കുന്ന ആ ഒരു സ്നേഹമല്ലേ ഞാൻ റൈറ്ററാണ്. എൻ്റെ ഒരു മാഗസീൻ ഓൺഗോയിങ് ആണ്. എൻ്റെ സ്വന്തം ബുക്ക് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. പിന്നെ 2 സ്ക്രിപ്റ്റിന്റെ പണിപ്പുരയിലാണ്. പിന്നെ കുറച്ച് മൂവീസിലൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദുരനുഭവമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇപ്പൊ സിനിമയാണ് നമ്മുടെ അഭിലാഷ് സാറിന്റെ കൂടെ ഉണ്ടല്ലേ, ചേട്ടന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അഭിലാഷ് പിള്ള അല്ലെ. ഒരു വലിയൊരു ഭാഗ്യാട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സിനിമയില് എന്തെങ്കിലും, അതായത് അഭിനയം എന്തോ ആയിക്കോട്ടെ, അത് വലിയൊരു പുണ്യം ചെയ്ത. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ലാസ്റ്റ് ആണെങ്കിൽ സുമതി വളവൊക്കെ ഗംഭീര പടമായിരുന്നു, നല്ല സിനിമയായിരുന്നു. ഏട്ടൻ നല്ലൊരു റൈറ്ററാണ്, അതിലുപരി നല്ലൊരു മനുഷ്യനാണ്. പിന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ പരിചയം ഇങ്ങനെ ഈ സിനിമാ മേഖലയിലൂടെ 3-4 വർഷം കൊണ്ടുള്ള പരിചയമാണ്. ഞാനും അത്യാവശ്യം എഴുതും, അങ്ങനെയുള്ള പരിചയമാണ്, അങ്ങനെ കണ്ടുള്ള പരിചയമാണ്. എൻ്റെ അടുത്ത് എപ്പോഴും എഴുതാൻ പറയും, നീ എഴുത്, നിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ സെറ്റ് ആക്കുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ആവട്ടെ, ഒരു സിനിമ വരട്ടെ അല്ലേ. കാരണം അപ്പൊ പുതുമുഖമായ നായകന്മാരെ തേടുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഞാൻ പുതുമുഖമായ ആരെങ്കിലും തേടുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ആരെങ്കിലും കേട്ടോ അറിയാലോ, ഒന്ന് നോക്കുക കേട്ടോ. കാരണം ഈ മുഖം ഓർമ്മ വേണം. അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചോദിച്ചു വന്നേക്കരുത്. എന്റെ സിനിമയില് അങ്ങനെ ഒരു ഞാൻ ചെയ്യത്തില്ല. ഞാനത് പറയാൻ റീസൺ എന്താന്ന് വെച്ചാൽ ഒരു പെണ്ണായതുകൊണ്ട് എനിക്ക് പല സിനിമയിലും ഇപ്പൊ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാനുള്ള അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ ഡയറക്ടർക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, പ്രൊഡ്യൂസർക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പൊ പൈസ ഇറക്കുന്ന ആൾ ഇപ്പൊ അത്യാവശ്യം ഒരു പുതുപ്പണക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു 2 മാസം മുന്നേ എനിക്കൊരു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ആള് ബഹ്റൈനിലാണ്, കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി സിനിമ എടുക്കണം എന്നുള്ള മോഹത്തിൽ വന്നു. അപ്പൊ ഞങ്ങൾക്ക് പ്രൊഡ്യൂസറെ കിട്ടിയല്ലോ. അപ്പൊ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. സ്ക്രിപ്റ്റ് കാണിച്ചപ്പോ പുള്ളി പറയുവാണ്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്, ആ ഒരു ടീമിലുണ്ട് ഞാൻ. പുള്ളിക്ക് ഡയറക്ടർക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, അതിലുപരി ആഴ്ചയിൽ ഒരു 4 ടൈംസ് എങ്കിലും പുള്ളിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ല, ഇത് ഞാൻ എന്റെ പാഷൻ കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിൽ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആസ് എ സ്ത്രീ എനിക്കത് വലിയൊരു ചോദ്യചിഹ്നമാണത്. അതെ, തീർച്ചയായിട്ടും. ഇയാള് ഒരു ഉളുപ്പില്ലാതെ അങ്ങനെ ചോദിക്കുവാണ്. ആൾക്ക് ആഴ്ചയിൽ ഇപ്പം 55 ദിവസത്തെ ഷെഡ്യൂളാണ് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനെ കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ. ഒരിക്കലും ആ പറഞ്ഞ വ്യക്തി സിനിമയായിട്ട് ഒരു പുല്ലുമില്ല, ഒരു ബന്ധമില്ല. കാരണം സിനിമ ജെനുവിനായിട്ട് സിനിമാക്കാര് ചോദിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സിനിമ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഉണ്ടല്ലോ, ഈ പെട്ടെന്നൊരാൾ പറയുമ്പോൾ അത് ഞാൻ സിനിമ പിടിക്കണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിശ്വസിച്ചു പോയില്ലേ. അതായത് ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ഇല്ലേ, അപ്പൊ ആ ഒരു പാഷൻ ആയതുകൊണ്ട് അത് സംഭവിക്കണം. അല്ലാണ്ട് സിനിമാക്കാർ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവര് ഒരു നടനോ അതായത് ഡയറക്ടറോ പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് കേരളം മൊത്തം റെക്കോർഡിംഗ് ആണ് ഫോണ്. അപ്പൊ അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ബാധിക്കുന്ന കേസാണ്ട് അവരങ്ങനെ പറയൂല. പിന്നെ അത് മാത്രമല്ല, അവര് എന്താ പറയുക, വ്യക്തിപരമായിട്ട് പോലും വിളിച്ച് പറയത്തില്ല. ഇത് സിനിമ റിപ്പോർട്ടിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സിനിമയില്
നിങ്ങൾ ഈ പറയുന്ന സോക്കോൾഡ് ആയിട്ടുള്ള ആളുകളാണ് പേരാണ് വന്നത്, അല്ലാതെ പുതിയ ആളുകളുടെ പേരല്ല. പിന്നെ ഓക്കെ മനസ്സിലായി. പക്ഷേ എന്ന് പറഞ്ഞാണല്ലോ ഇതൊക്കെ ഇപ്പൊ കുത്തിപ്പൊക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ സമ്മതം ഇല്ലാണ്ട് ഒന്നും ഈ കേരളത്തിൽ നടക്കത്തില്ല. ആണോ? ആ പറഞ്ഞത് കറക്റ്റ് ആട്ടോ. ഒരാളുടെ സമ്മതം ഇല്ലാണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച് നോ മീൻസ് നോ തന്നെയാണ്. പറയാതെ ഒന്നും സംഭവിക്കാൻ പാടില്ല കൊടുക്കാമെന്ന് പറഞ്ഞ് അതിനോട് യോജിക്കുന്നുണ്ടോ? ഏതാ ചില സ്ത്രീകളാണെന്നെങ്കിൽ പോലും പക്ഷേ സുഹൃത്തെ ഞാനൊരു കാര്യം അതെനിക്ക് പറയാനുണ്ട്. അവസരം കിട്ടുമല്ലോ എന്നോർത്ത് ഇപ്പൊ ഞാനും അസിസ്റ്റന്റ് ഡയറക്ടറാണ്, എന്റെ കൂടെ വർക്ക് ചെയ്യാൻ വന്നൊരു പെൺകുട്ടി സാർ ഞാൻ എന്ത് വേണോ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എന്റെ അവസരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടി ഉള്ളത് കൊണ്ട് എനിക്ക് ആ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. എന്നോട് പറഞ്ഞു അഡ്വാൻസ് റിട്ടേൺ കൊടുക്കണം, വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ആള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഭയങ്കര കയ്പായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഞാൻ പറയട്ടെ, ഇപ്പൊ അദ്ദേഹം പറയുന്നു ഓക്കെ, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. എൻ്റെ ഒരു അഭിപ്രായമാണ്, പണ്ട് സിനിമയില് ഇന്ന് കാണുന്ന പോലെ ഒരു രീതിയില്ല. ഇന്നാണ് സിനിമയെ മുതലെടുക്കുന്നത്. പണ്ടത്തെ അതായത് ഒരു രീതിയിലും ലേഡീസിന് മോശമായി പെരുമാറിയ ഒരു ചരിത്രമില്ല. മനസ്സിലായില്ലേ? ആണോ അല്ലയോ? സംഭവം പണ്ട് മുതലേ ഉണ്ട്. പണ്ട് പോലെ ഉണ്ടെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് ആയത് ഇപ്പോഴാണ്. സുഹൃത്തെ ഞാനൊരു കാര്യം പറയട്ടെ, പണ്ട് നമ്മുടെ ഇപ്പൊ ഞാൻ ഐ.വി. ശശി സാറിന്റെ സിനിമകൾ ഞാൻ കാണുന്നതാണ്. ഐ.വി. ശശി സാറിന്റെ സിനിമകൾ, പത്മരാജൻ സാറിന്റെ പടമൊക്കെ ഞാൻ കാണുന്നതാണ്. അതിൽ ഒരു ഫാമിലി പോയിരുന്ന് കാണാൻ പറ്റാത്ത ഒരുപാട് സീൻസ് ഉണ്ട്, കിടപ്പറ രംഗങ്ങളൊക്കെ ഉണ്ട്, ഇല്ലേ? പക്ഷെ അത് അന്ന് ആ ഒരു ഫാമിലി മൊത്തമായിട്ടിരുന്ന് പോയി കാണുമായിരുന്നു. ഇന്നത്തെ സിനിമകളിൽ മോശമായ രംഗങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ചിലവർ കുറ്റപ്പെടുത്തുന്നു. പക്ഷെ പണ്ടത്തെ സിനിമകളിൽ അതൊന്നും നോക്കാണ്ട് ആളുകൾ പോയിരുന്ന് കാണുമായിരുന്നു, ഇല്ലേ? അപ്പൊ എന്ന് വെച്ച് പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏതാ അതൊന്നും പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ല, അതിനെ കുറിച്ച് ഞാൻ പറയാം. ഇത് നടക്കുന്നില്ല എന്നുള്ളതല്ല. ഇപ്പൊ സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഇതുണ്ട്. തീർച്ചയായിട്ടും. സിനിമാ മേഖല എന്ന് പറയുമ്പോൾ സെലിബ്രിറ്റീസ് ആണ്, അവരുടെ കാര്യങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പറഞ്ഞില്ലേ ഇദ്ദേഹത്തിനെ ആരും വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് അവസരമാണെന്ന്. അത് എനിക്ക് ജെന്യുവൻ ആയിട്ട് തോന്നുന്നില്ല. അത് സിനിമയെ ആളുടെ വീട്ടിൽ ചെല്ലാനാണ് പറഞ്ഞത്. ഞങ്ങള് 4 അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഓപ്പൺ ആയിട്ട് പറയാലോ എന്ന് പറഞ്ഞ് മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ്. സോ ഞാൻ അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. പിന്നെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആണ്. RDXൽ എനിക്ക് അവസരം തരാമെന്ന് പറഞ്ഞ് എന്നെ IMA ഹൗസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിന്റെ അവിടെയുള്ള. അന്ന് മുതൽ പ്രശ്നങ്ങളാണ്. ആക്ച്വലി ഞാൻ നന്നായിട്ട് റിയാക്ട് ചെയ്തു. പുള്ളി അതിഭയങ്കരമായിട്ട് എന്നെ ചീത്തയൊക്കെ പറഞ്ഞു. ഞാൻ ആക്കിയല്ലോ, അത് ഞാൻ ആക്കിയല്ലോ. ആ കുട്ടിയാണ് ഈ കുട്ടിയില്ലേ? ഞാൻ ആക്കിയല്ലോ. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. അതിരി RDX മൂവി. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ചോദിക്കും ഞാൻ കുലസ്ത്രീയാണോന്ന്. അങ്ങനെ പോയിരുന്നെങ്കിൽ എനിക്ക് പണ്ടേ സിനിമയില് എനിക്ക് നല്ല പോലെ ഇതിനേക്കാളും നല്ല പോലെ പേരെടുക്കാം. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. അപ്പൊ ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ RDX എന്ന് പറഞ്ഞ മൂവി എനിക്ക് സങ്കടപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. അത് വേറൊന്നുമല്ല, ഞാൻ ആ സിനിമയില് നല്ലൊരു വേഷം ചെയ്തതാണ്. നല്ലൊരു വേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് മൊത്തം കാണിച്ച് ഒരു കത്തി എടുത്തിട്ട് ലാസ്റ്റ് സീനിൽ അറിയാം, ഷൈൻഡേക്കോ ലാൽ സാറും കൂടെ റൂമിലിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ആളുടെ കയ്യിൽ നിന്ന് കത്തി താഴേക്ക് പോകുന്നുണ്ട്. വീഴുമ്പോഴാണ് ആ സൗണ്ട് കേട്ടിട്ടാണ് ലാസ്റ്റ് ഒരു രക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആ കത്തി എടുത്തിട്ട് ഫേസിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കുന്ന രംഗം ക്ലോസോട് കൂടി ചിത്രീകരിച്ചതാണ് നഗാസ് എന്ന് പറഞ്ഞ ഡയറക്ടർ. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ആ സിനിമ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് കത്തി എടുത്ത് ഇങ്ങനെ പിടിക്കണം മാത്രം, തലയില്ല. അപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നിയപ്പോൾ ഞാൻ നഗാസ് ഭായിനെ വിളിച്ചു. നഗാസ് പറഞ്ഞ് അടുത്ത പടത്തിൽ നമുക്ക് നോക്കാം, അതൊക്കെ ദൈവത്തമ്പുരാനറിയാം. പക്ഷേ എനിക്കൊരു വിഷമം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് കിട്ടിയൊരു വേഷമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഹാപ്പി ആയിട്ടാണ് ആ വേഷം ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ലുക്കിനനുസരിച്ച് ഒരു വേഷം കിട്ടിയാണ്. കട്ട് ചെയ്തെന്ന് അറിയില്ല, ലെങ്ത് കൂടുതലാന്ന് പറയും. എന്ത് ലെങ്ത്? അതൊരു പെണ്ണായിരുന്നെങ്കിൽ വിത്ത് ക്ലീവേജ് സഹിതം വിത്ത് തല അവര് കാണിച്ചേനെ. അപ്പൊ എനിക്കതൊരു ഇതായി. പക്ഷെ തുടർന്ന് ദുൽഖർ സൽമാന്റെ പടത്തിൽ ഞാൻ ചെയ്തായിരുന്നു. ഞാനും സുമേഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പൈങ്കിളി സിനിമയില് വില്ലനായിട്ട് ചെയ്തിട്ടുള്ള ഒരു മുട്ടത്തലയൻ സുമേഷ്, അറിയില്ലേ സുമേഷ്? അവന് ഞാനും ഫസ്റ്റ് കഥ പറഞ്ഞു പോകുമ്പോൾ ഒരു വാനിന്റെ ഫ്രണ്ടിൽ നിന്ന് വെട്ടിക്കൊല്ലണയായിട്ടാണ് ദുൽഖറിന്റെ പടത്തിൽ ചെയ്തത്. അല്ല, പക്ഷെ ആ ഡയറക്ടർ പറഞ്ഞു ഞാൻ പറയട്ടെ, അഭിലാഷ് ജോഷി സാറിന്റെ മോനായിരുന്നു ഡയറക്ട് ചെയ്തത്. അപ്പൊ നല്ല ഒരു പെരുമാറ്റം. അപ്പം പറഞ്ഞു അഭിലാഷ് ഈ സംഭവം ഇതായിട്ട് കാണിക്കുള്ളൂ, അങ്ങനെ വലിയ തെളിച്ചു തന്നോളൂ സാർ, ഇത് മതി എന്ന് പറയാം. പുള്ളി തുറന്നു പറഞ്ഞു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധനമായിട്ട് അത് മിന്നി പറഞ്ഞ് ഞങ്ങൾ പോണേന്ന് പറഞ്ഞു. അന്ന് അപ്പം നിങ്ങൾ കാര്യമില്ല. പക്ഷെ സുമേഷിന് സങ്കടമായിരുന്നു, ഞങ്ങൾ നമ്മുടെ ഫേസ് ഒന്ന് തെളിച്ച് കണ്ടായിരുന്നെങ്കിൽ. പിന്നീട് ഞാൻ നോക്കിയ പൈങ്കിളിയിൽ അവൻ അടിപൊളി വേഷം, സാഹസത്തിൽ നല്ല വേഷം. ഇപ്പോൾ പുതിയ സിനിമയിലേക്ക് വന്നു. അപ്പം നമ്മൾ കഷ്ടപ്പെട്ട് വരുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ദൈവാനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ കയറി വരും. ഇപ്പം രാജശ്രീ ആണെങ്കിൽ ഒരു ചെറിയ
കണ്ണകിയാണെങ്കിലും ഇനി പേരുണ്ടോ? ഇല്ല. ഓ, സന്തോഷം. അപ്പൊ ഒരു വേഷം ചെയ്യുന്ന ക്ലിച്ച് പിടിച്ചു നിന്നിരിക്കട്ടെ, അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ഒരു ഇത്. മുന്നോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ വരും. സുമേഷ് ഞാൻ അഭിനന്ദിക്കുന്നു, ഇനി അവസരങ്ങൾ കിട്ടട്ടെ. അതെ 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 അതെ. താല്പര്യം സിനിമയിൽ അഭിനയത്തിനോടാണ് കൂടുതൽ താല്പര്യം? ഞാൻ റൈറ്ററാണ്. കഥയാണ് കഥ. എഴുതാൻ റൈറ്റിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. ആക്ടിങ് ഇഷ്ടമാണ്. ചെയ്യാനും ഇഷ്ടമാണ്.